നമസ്തേ, പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 1200 കന്നി 1-ാം തീയതി മുതൽ കന്നി 7-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 2024 സെപ്റ്റംബർ മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഈ കന്നിമാസത്ത് പ്രധാനമായും വരുന്ന ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റങ്ങൾ, ഒന്ന്, കന്നി 2-ാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്ന ഒരു വലിയ മാറ്റമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, കന്നി 7-ാം തീയതി ഇന്ന് മൗഢ്യത്തോടുകൂടി ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ബുധൻ കന്നിരാശിയിലേക്ക് ഉച്ചസ്ഥനായി വരുന്നു എന്ന പ്രത്യേകതകളും കൂടെയുള്ള വാരമാകുന്നു. സൂര്യൻ കന്നിമാസം 1-ാം തീയതി കന്നിയിലേക്ക് വന്നു കഴിഞ്ഞു. ആയതിനാൽ നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി തുലാം രാശി. ഇവിടെ തുലാം രാശി എന്നാൽ നമുക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. തുലാം രാശിയിൽ ഇന്ന് രാശിയിൽ ശുക്രൻ, 5-ാം ഭാവത്തിൽ ശനി, ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ചൊവ്വ, 11-ൽ ബുധൻ, 12-ാം ഭാവത്തിൽ സൂര്യൻ, കേതു. തുലാം രാശിക്കാർക്ക് പ്രായേണ കഴിഞ്ഞ വാരം വളരെ ദയനീയമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു. കാരണം അഷ്ടമ വ്യാഴവും രാശ്യധിപനായ ശുക്രൻ 12-ാം ഭാവത്തിലുമായിരുന്നു. അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി ശുക്രൻ സ്വന്തം ക്ഷേത്രമായ തുലാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 18-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിക്ക് ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ മൂലക്ഷേത്ര ബലവാനായി നിൽക്കുകയാണ്. ഇവിടെ രാശിയിൽ ശുക്രൻ വന്നാൽ സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭുഹു, സ്വന്തം ജനങ്ങളുടെ ഇടയിൽ വിഭുത്വം, മേധാവിത്വം നമുക്ക് ലഭിക്കുന്ന വാരമാകുന്നു ഇത്. സുബലം, സുമതി, സുധനം, നല്ല ബുദ്ധി, അതിലൂടെ നല്ല ധനം, അതിലൂടെ നല്ല ബലം, ശക്തി, ഇത് പരസ്പരം പൂരകങ്ങളായി നിൽക്കുന്നു തുലാം രാശിക്കാർക്ക് ഈ വാരം ശുക്രൻ്റെ പ്രവേശനോത്സവം. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകുവാൻ സാധ്യത കൂടുതലാണ്. സൂര്യൻ 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നു. മാർത്താൻ്റെ അനിഷ്ട സംസ്ഥയെ നൃപശിവ പിതൃകോപ, ശിവൻ്റെ കോപം, രാജാവിൻ്റെ കോപം, പിതാവിൻ്റെ കോപം, ഇതൊക്കെ ഉണ്ടാകുന്നു. അതിനാൽ ശിവപ്രീതി വളരെ ഗംഭീരമായിട്ട് തന്നെ ആചരിക്കേണ്ടതുണ്ട് തുലാം രാശിക്കാർ. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് ആരോഗ്യ വിഷയത്തിങ്കിലേക്ക് കർഗഹോമം ചെയ്യുക. ഈ രീതിയിൽ ശിവപ്രീതി ഈ വാരം വളരെ നിർബന്ധമാകുന്നു തുലാം രാശിക്കാർക്ക്. രോഗിയായ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിക്കുക. അച്ഛൻ്റെ ആരോഗ്യ വിഷയത്തിൽ പലപ്പോഴും നാം അത്ര സുഖകരമല്ലാത്ത ശാരീരികമായ അസ്വസ്ഥതകൾ കേൾക്കുന്ന വാരമായിരിക്കും ഇത്. സർക്കാരുമായി ബന്ധപ്പെടുന്ന കേസ് വിഷയങ്ങളിൽ ഇടപെടാതെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശത്രുദോഷവും ഉണ്ടാകും. രവിർ ദ്വാദശേ നേത്രദോഷം കരോതി, 12-ൽ സൂര്യൻ വരികയാണെങ്കിൽ കണ്ണുകൾക്ക് രോഗമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇടത്തെ കണ്ണുകൾ പെട്ടെന്നുണ്ടാകുന്ന പ്രകാശക്കുറവ് മൂലം കണ്ണുകൾക്ക് ചില രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇൻഫെക്ഷൻസ് ബാധിക്കും. കാരണം സൂര്യനും കേതുവും കൂടെയാണ് 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 12-ാം ഭാവം എന്നാൽ പാപം, വ്യയം ച പതനം, നിരയം, വാമമമ്പകം, ഇടത്തെ കണ്ണാകുന്നു. അതിനാൽ കണ്ണുകളെ ശ്രദ്ധിക്കുക. 12-ാം ഭാവത്തിലേക്ക് പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ വരുമ്പോൾ രോഗിയായ വ്യക്തി കൂടുതൽ സമയം രോഗാദി അരിഷ്ടതകൾ കിടക്കയിൽ ചെലവഴിക്കേണ്ടുന്ന സമയവുമാകുന്നു. അതുകൊണ്ടാണ് ശിവന് വഴിപാടുകൾ ചെയ്യുവാൻ ഞാൻ നിർദ്ദേശിച്ചത്. സഹോദര ഗുണം പ്രായേണ വളരെ അനുകൂലമായ വാരമല്ല. സന്താനങ്ങൾക്ക് അവരുടെ
പഠനത്തിന് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. അതിനാലാണ് ശുക്രൻ്റെ തുലാൻ രാശിയിലേക്കുള്ള പ്രവേശനം സുമതി എന്ന് ഞാൻ പറഞ്ഞത്. നല്ല ബുദ്ധി ഉണ്ടാകും. ഈ വാരം വിദ്യാർത്ഥികളുടെ പഠന വിഷയത്തിൽ അവർക്ക് മികവുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കുവാനോ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് യാത്ര സുഖകരമായി തീരുവാനുള്ള അവസരങ്ങൾ ധാരാളം ലഭിക്കുന്നു. ശാരീരികമായി ഞാൻ സൂചിപ്പിച്ചു, ഡിസ്ക് നടു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കണം. കഫജന്യമായ രോഗങ്ങളാലും പ്രായണ ക്ലേശങ്ങൾ തുലാൻ രാശിക്കാർക്ക് ഈ വാരം കൂടുതൽ അനുഭവിക്കുവാനുള്ള സാധ്യത കാണുന്നു. പട്ടാളത്തിലുള്ള, ആർമിയിലുള്ള അല്ലെങ്കിൽ എയർഫോഴ്സിലുള്ള വ്യക്തികൾക്ക് നാട്ടിലേക്ക് തൻ്റെ ഫാമിലിയെ കാണുവാനുള്ള അവസരം ഈ വാരം കൈവരുന്ന സമയവുമാകുന്നു. സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അതിലൂടെ തൻ്റെ സാഹസികത, തൻ്റെ ശരീരക്ഷമത പ്രകടിപ്പിക്കുവാനുള്ള സമയവും കൂടിയാണ്. ജിംനാഷ്യം ഇൻസ്ട്രക്ടേഴ്സിന് വിദേശത്തേക്ക് വളരെയധികം നല്ല ഒരു യാത്രക്ക് അനുകൂലമായ സമയമാകുന്നു. വിദേശത്തേക്ക് ജോലി ലഭിക്കുക, അതേ രീതിയിൽ മിലിറ്ററി, പോലീസ്, ഫയർഫോഴ്സ്, ഇവിടെ സെലക്ഷൻ ലഭിച്ച പ്രവേശാർത്ഥികൾക്ക് ജോലി കിട്ടുവാനുള്ള വാരവും കൂടിയാകുന്നു ഈ ഒരു സുവർണ വാരമെന്ന് ഞാൻ പറയും തുലാൻ രാശിക്കാർക്ക്. കാരണം അവിടെ അഷ്ടമ വ്യാഴം വന്ന് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും രാശ്യധിപനായ ശുക്രൻ വളരെ ശക്തമായ ഒരു സാന്നിധ്യം ഇവർക്ക് നൽകുന്നു. വിവാഹത്തിനും അനുകൂലമായ സമയമാകുന്നു. നല്ല വസ്ത്രം ധരിക്കാം. ഭൗതികമായ സാഹചര്യങ്ങൾ തുലാൻ രാശിക്ക് അനുകൂലമാവണം. അത് സാമ്പത്തികമായാലും ശാരീരികമായാലും ഒന്ന് ഊർജ്ജസ്വലതയോടുകൂടി പബ്ലിക്കിന് ഇടയിൽ ഇറങ്ങുവാനുള്ള അസുലഭമായ ഒരവസരം തുലാൻ രാശിക്കാർക്ക് കൈവരുന്നു. പരിഹാരം ഞാൻ സൂചിപ്പിച്ചു. ശിവക്ഷേത്ര ദർശനം, ശിവനുമായി ബന്ധപ്പെടുന്ന പരിഹാരങ്ങൾ ചെയ്യുക. എല്ലാ തുലാൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികം രാശിക്കാരുടെ ഈ ആഴ്ച എപ്രകാരമാണെന്നുള്ളതാണ്. വൃശ്ചികം രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2.25 നക്ഷത്രമാകുന്നു വൃശ്ചികം രാശി. ഇന്ന് വൃശ്ചികം രാശിക്കാർക്ക് രാശ്യധിപനായ ചൊവ്വ അഷ്ടമഭാവത്തിൽ തന്നെ നിൽക്കുന്നു. അത്ര ശുഭമല്ല. ചൊവ്വ ഒക്ടോബർ 20-നാണ് കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുവരെയുള്ള കാലം വൃശ്ചികം രാശിക്കാർക്ക് ധാരാളം തടസ്സങ്ങളുടെ സമയമാകുന്നു. ഈ ഒക്ടോബർ 20 വരെ വൃശ്ചികം രാശിക്കാർ എല്ലാ ചൊവ്വാഴ്ചകളിലും ഒന്നുകിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതി കഴിക്കുക. മറ്റൊരു വിഷയത്തിൽ ചൊവ്വാഴ്ചകളിൽ അതേ രീതിയിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ സുബ്രഹ്മണ്യ പൂജ, സുബ്രഹ്മണ്യന് കടുംപായസം, അതേ രീതിയിൽ ത്രിമധുരം, പഞ്ചാമൃതം വഴിപാടായി ചെയ്യാവുന്നതാണ്. ഗർഭിണികളൊക്കെ ശ്രദ്ധിക്കുക. ഗർഭം അലസാൻ പോകുന്ന സാധ്യതകൾ ധാരാളമുണ്ട്. അതിനാൽ ശാരീരികമായും വളരെയധികം റെസ്റ്റ് എടുക്കേണ്ട വാരമാകുന്നു. തൻ്റെ ഉള്ള സന്താനങ്ങൾക്കും അരിഷ്ടത വരാതെ നോക്കണം. പ്രത്യേകിച്ച് മാതാക്കൾക്ക് ഷഷ്ഠിവ്രതം എടുക്കുന്നത് വളരെയധികം അനുകൂലമാണ്. സ്വൽപാത്മജോ നിധനകേ വികലേക്ഷണ എന്നാണ് 8-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. സ്വൽപാത്മജ, തൻ്റെ സന്താനങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അവരുടെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കുക. സന്താനങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് ദൂരദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. താൻ മക്കളില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ വരും. ധനവർജിത, ഇൻവെസ്റ്റ്മെൻറ്റും വളരെ ശ്രദ്ധിക്കണം. ഒരു ചതിവും വരാൻ പാടില്ല. പ്രത്യേകിച്ച് ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ശുഭാസ്തസ്യ ഖേജരാഹ കുര്യുരനെ വിധാനേ ചെയ്ത അഷ്ടമേ ഭൂമി സുനുഹു. ഏത് ഗ്രഹങ്ങൾ എത്ര നല്ല ഭാവത്തിൽ വന്നാലും 8-ൽ ചൊവ്വ വന്നാൽ ആ എല്ലാ ഫലങ്ങളെയും നശിപ്പിച്ച് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഖാകിന്ന ശത്രുയതേ സൽകൃതോപി, താൻ സൽക്കരിച്ച സുഹൃത്ത് പോലും ശത്രുവാകും. അതിനാൽ പാർട്ട്ണർഷിപ്പ്, സൗഹൃദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഒക്ടോബർ 20 വരെ വൃശ്ചികം രാശിക്കാർ. പ്രയത്നേകതേ ഭൂയതേജ ഉപസർഗേഹി, എത്ര യത്നിച്ചാലും ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും. അതിനാൽ വൃശ്ചികം രാശിക്കാർ നിർബന്ധമായും ഈ ചൊവ്വാപ്രീതി, പുരുഷ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ സുബ്രഹ്മണ്യനും സ്ത്രീ രാശിയിൽ വരികയാണെങ്കിൽ അത് ഭദ്രകാളിയുമാകുന്നു. പക്ഷേ വൃശ്ചികം രാശി സ്വതവേ ചൊവ്വയുടെ സ്വക്ഷേത്രമാകയാൽ ഭദ്രകാളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ ദേവീ പ്രീതികരങ്ങളായ, സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പ്രാർത്ഥനകളും
മന്ത്രങ്ങളും നിങ്ങൾ ജപിക്കുക. ദേവിയുടെ മൂലമന്ത്രം, ഭദ്രകാളിയുടെ മൂലമന്ത്രം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ എന്ന മന്ത്രമാകുന്നു. ചൊവ്വയുടെ സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാകുന്നു ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രവും. പ്രായേണ ധനാധിപനായ ഗ്രഹം വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, അത് വളരെ നല്ലതാണ്. സൂര്യൻ 11 നിൽക്കുന്നു, കർമ്മ വിഷയത്തിലേക്ക് ധാരാളം സാധ്യതകൾ തുറന്നിടപ്പെടുന്നു. 11 നിൽക്കുന്ന സൂര്യൻ, രാജാവ്, തൻ്റെ കർമാധിപൻ അല്ലെങ്കിൽ തൻ്റെ അതോറിറ്റി, അവിടെ നിന്നും ചില പ്രത്യേക അംഗീകാരങ്ങളും പുരസ്കാരങ്ങളുമൊക്കെ ലഭിക്കുന്ന വാരമാകുന്നു ഇത്. ഈ മാസമെന്ന് തന്നെ പറയണം. കാരണം സ്വതവേ വൃശ്ചികൻ രാശിക്കാർക്ക് കർമ്മം, തൊഴിൽ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം സൂര്യൻ വളരെ ശക്തമായി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. സലാഭ എന്ന ഫലത്തോടുകൂടി രവസംഭവേസം ച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാത് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 11 സൂര്യൻ നിൽക്കുമ്പോൾ രാജാവിൻ്റെ അധികാരികളുടെ അംഗീകാരം, ചിഹ്നം ലഭിക്കുന്നു, പ്രത്യേക പദവി ലഭിക്കുന്നു. അതൊക്കെ നല്ലതാണ്. ദാമ്പത്യ വിഷയത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. കാരണം ശുക്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു, അതത്ര നല്ലതല്ല. ശുചസ്നേഹത, സ്നേഹത്തിലൂടെ ദുഃഖങ്ങൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ, ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പാർഷ്യൽ സെപ്പറേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദേ ആർ പാർഷ്യലി സെപ്പറേറ്റഡ്, ഇതൊക്കെ സംഭവിക്കാനുള്ള വാരമാകുന്നു ഈ ഒരു വാരം. പ്രിയപ്പെട്ട വൃശ്ചികൻ രാശി സോദരങ്ങൾക്കും ഒരു ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ധനുരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് ഭാവാധിപനായ വ്യാഴം 6ാം ഭാവത്തിൽ ഉപജയരാശിയിൽ നിൽക്കുന്നു. മറ്റൊരു പ്രധാന ഗ്രഹമായ ശുക്രനും 11ാം ഭാവത്തിൽ ഉപജയ രാശിയിൽ നിൽക്കുന്നു. ഇവിടെ ധനുരാശിക്കാർക്ക് തങ്ങളുടെ വെൽത്ത് പ്ലാനറ്റ്, ധനാധിപനായ ഗ്രഹം ശനി സ്വന്തം ക്ഷേത്രത്തിൽ 3ാം ഭാവത്തിൽ പ്രബലമായി നിൽക്കുന്നു. അതിനാൽ അവിചാരിതമായ ധനലാഭങ്ങൾ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന സമയമാകുന്നു. പ്രത്യേകിച്ച് ഈ വാരത്തിൻ്റെ അവസാനം 23ാം തീയതി ആകുമ്പോഴേക്കും ബ്രോക്കർമാർ, ഭൂമി വിൽക്കേണ്ടുന്ന ധനുരാശിക്കാർക്ക് ഭൂമി സംബന്ധമായ ലാഭം വരുന്ന സമയമാകുന്നു. പറ്റിയ ഒരു ബ്രോക്കർ അല്ലെങ്കിൽ മിഡിൽ പേഴ്സൺ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ സഹായത്തോടു കൂടി തൻ്റെ ഭൂമി അല്ലെങ്കിൽ മറ്റ് ചില കേസിൽ കിടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ മധ്യസ്ഥത വഹിച്ച് തൻ്റെ തടി ഊരിയെടുക്കുവാനും തനിക്ക് ധനലാഭമുണ്ടാക്കുവാനും ഈ വാരം വളരെ പ്രയോജനകരമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഉപജയരാശിയിൽ നിൽക്കുന്നു. ഉപജയമെന്നാൽ ജ്യോതിഷത്തിൽ 3, 6, 11 ഭാവങ്ങളാകുന്നു. ശുഭഗ്രഹങ്ങൾ ഉപജയരാശിയിൽ വന്നാൽ അത് വളരെ നല്ലതാണ്. ലഗ്നാൽ അതീവ വസുമൽ, വസുമൽ ശശാങ്കാൽ, അതൊരു വസുമദ്യോഗവുമാകുന്നു ധനുരാശിക്കാർക്ക്. പ്രത്യേകിച്ച് കർമ്മമേഖല വളരെ നല്ലതാണ്. ഈ വാരത്തിൻ്റെ അവസാനം ധർമ്മകർമാധിപന്മാരുടെ ഒരു രാജയോഗവും നടക്കുന്നു. സന്താന വിഷയങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. ഡോക്ടറെ സന്ദർശിക്കുവാനും അതേ രീതിയിൽ ഗർഭധാരണത്തിനും ഈ വാരം വളരെയധികം ഗുണകരമാകുന്നു. കാരണം സന്താന സ്ഥാനത്തേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. ശുക്രനെ കൊണ്ടാണ് നാം കാമവും മദനവും ഒക്കെ ചിന്തിക്കുന്നത്. സന്താന വിഷയവും ലാഭാധിപനായ ശുക്രനെ കൊണ്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ഇവിടെ ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുന്നതാണ്. അതിനാൽ പലപ്പോഴും യാത്രാ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. യാത്രകൾക്ക് പ്രയാസമുണ്ടാകും. ആ മുടങ്ങിയ യാത്രകളൊക്കെ ഈ മാസം 22 അവസാനം തീയതിയാകുമ്പോഴേക്കും അനുകൂലമായിട്ട് വരും. ധാരാളം ശത്രുദോഷങ്ങൾ ഉണ്ടാകുന്ന വാരവുമാകുന്നു. 7ൽ ചൊവ്വ വരുമ്പോൾ വിവാഹ വിഷയത്തിലേക്ക് ഹേതുവായിട്ട് ഓരോ വാതിലുകളും നാം മുട്ടേണ്ടുന്ന അവസ്ഥ വരും. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ വാരത്തിൽ വിവാഹമുട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതേ രീതിയിൽ കേരളത്തിൽ വളരെ അപൂർവമായി ഭാര്യാസമേതനായ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഈ ഭാര്യാസമേതനായ വള്ളി എന്ന ഭാര്യയോടുകൂടെ നിൽക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്വയംവര അർച്ചന ചെയ്യുന്നതും വിവാഹ വിഷയത്തിലുള്ള താമസങ്ങൾ നേരിടുവാൻ വളരെ അനുകൂലമായി നിൽക്കുന്നു. സഹോദര ഗുണം ധാരാളമായി അനുഭവിക്കുന്ന വാരമാകുന്നു. സ്വതവേ ധനുരാശിക്കാർക്ക് ഭാവാധിപനായ വ്യാഴം 6ൽ നിൽക്കുന്നു. അതിനാൽ വിഷു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം വഴിപാടായി ചെയ്യുന്നതും വളരെ ഉത്തമമാണ്.
എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായ ഒരു വാരത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.